അന്നത്തെ യുദ്ധത്തിൽ ഭർത്താവ് നഷ്ടപ്പെട്ട പരാതിയുമായി ഭാര്യമാരും, മക്കളെ നഷ്ടപ്പെട്ട പരാതിയുമായി മാതാപിതാക്കൾ. പരാതിക്കാരെ അയക്കാൻ മാത്രമേ ഉത്തരവായി. അതുകൊണ്ട് പരാതിക്കാർ സമ്മതിച്ചു. നാം പ്രതീക്ഷിച്ച കൂട്ടരുടെ ആപരാധികൾക്ക് പരിഹാരം കാണാൻ നമുക്ക് കഴിയും. പക്ഷേ അന്നത്തെ ഇവർക്ക് വേണ്ടി നമുക്ക് എന്തു ചെയ്തു കൊടുക്കാനാകും? ഒരു വൃദ്ധയെ കൂടി പറയും. അവരുള്ള മക്കളെയും പണം കൊണ്ടുപോയി. എന്നെയും എന്നേക്കാൾ കഷ്ടത്തിലായി എന്റെ പിള്ളേരുടെ അച്ഛനെയും പോറ്റാൻ ആരുമില്ലേ. ഇവിടെ വന്ന് മുഖം കഴിച്ച കഴിഞ്ഞ കൂടാനുള്ള വക കിട്ടുമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ആയാസപ്പെട്ട് ഇവിടെ എത്തിയത്. തെറ്റിക്കണേ തമ്പുരാനെ. വേണ്ടതെന്ന് വെച്ചാൽ ചെയ്തു കൊടുക്കുക. നിങ്ങളുടെ സങ്കടത്തിന് പരിഹാരം കാണും. യുദ്ധം ഉയർന്ന ലക്ഷ്യങ്ങളോടെ യുവനാനന്ദത്തിനെ തുടങ്ങി വെച്ച യുദ്ധം. അത് വരുത്തിവെച്ച വിനകൾക്ക് വേദന അനുഭവിക്കുന്നവരാണ് നമ്മുടെ പ്രജാസഞ്ചയത്തിന് നല്ലൊരംശം. എങ്ങനെയാണ് പെട്ടെന്നൊരു പരിഹാരം കണ്ടത്? നാനാഭാഗത്തു നിന്നും ഉയരുന്ന പരാതിക്കാരുടെ മുറവിളിയിൽ തീരാത്ത ദുഃഖത്തിലേക്ക് നമ്മൾ പിടിച്ചു കാട്ടുന്നു. ഇതിലൊക്കെ പരിഹാരം കണ്ടേ മതിയാകും. വടക്കേ യാത്രയ്ക്കുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി വരുന്നു. എന്നാൽ നിങ്ങൾ രാമപുരത്ത് വാര്യരാണ്. സാഹിത്യത്തെയും കലയെയും സേവിക്കുന്നവരെയാണ് പൊന്നത്തമ്പുരാൻ പ്രതീക്ഷിച്ചിരിക്കുന്നത്. വാര്യർ എന്റെ കഴിവിനൊത്ത വിധം സാഹിത്യത്തെ സേവിക്കുന്നുണ്ട്. പഴയ ദേശവാണിയുടെ കൊട്ടാരത്തിൽ കുട്ടികളെ സംസ്കൃതം അഭ്യസിപ്പിച്ചുകൊണ്ടിരുന്നതാണ്. രാജാവ് പോയപ്പോൾ ആ ലാവണം നഷ്ടപ്പെട്ടു. മറ്റു തൊഴിലുകളൊന്നും വശമില്ലാത്തതുകൊണ്ട് വലയുകയാണിപ്പോൾ. പേടിക്കണ്ട, കവിത രചിക്കാൻ വാര്യർക്ക് കഴിവുണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചോട്ടെ, ഈ നാട്ടുഭാഷയിലാണോ സംസ്കൃതത്തിലാണോ? സംസ്കൃതത്തിൽ എഴുതിയ 1-2 കവിതകൾ കൊണ്ടുവന്നിട്ടുണ്ട്. തമ്പുരാന്റെ വായിച്ചു കേൾക്കും. നമ്മുടെ കവിതകളും നാടകങ്ങളും ശ്ലോകങ്ങളും ഒക്കെ വായിച്ച് ശീലിച്ച തമ്പുരാന് അല്പമെങ്കിലും രചിക്കുമെങ്കിൽ. ദേവദർശനത്തിന് വള്ളം തിരിഞ്ഞോട്ട് പുറപ്പെട്ടപ്പോ വള്ളം ഉണ്ണവരുടെ ചില പാട്ടുകൾ തമ്പുരാൻ ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ട്. അതൊന്നും രാജാവിന് തീരെ സുഖിച്ചില്ലെന്നാണ് തോന്നിയത്. പാട്ടിന്റെയും സംഗീതത്തിന്റെയും വരികളുടെയും ചന്തമുള്ള ഗാനങ്ങൾ ശേഖരിച്ചെടുക്കാൻ ഗർഭാസ്വാമിയോട് കൽപ്പിക്കുന്നത് കേട്ടു. വഞ്ചിപ്പാട്ട് അല്ലയോ? വഞ്ചി ഭൂപതിക്ക് വേണ്ടി വഞ്ചിപ്പാട്ട്. ഇനിയും ഇതുപോലെ യാത്രകൾ ഉണ്ടാകും. അപ്പോൾ കവിതകൾ ഉണ്ടായാൽ രാജാവിന്റെ യാത്ര സന്തോഷപ്രദം. ശ്രമിക്കാം. പക്ഷേ ഈ ഗതികെട്ട ചുറ്റുപാടിൽ എങ്ങനെയാണ് മനസ്സ് മുഴുവൻ അർപ്പിച്ചെഴുതുക? ചുറ്റുപാടൊക്കെ മാറും വാര്യരെ. പൊന്നു നമ്പരാണെന്ന് കഴിഞ്ഞാ മതി. വാര്യരാ ശ്ലോകം ഉറക്കെ ചെല്ലുക, ഞാൻ മാറിത്തരാം. രസിക്കുകയാണെങ്കിൽ തമ്പുരാൻ എഴുന്നല്ല, പിന്നെ വാര്യർക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരില്ല. ചൊല്ലുക. കൃഷ്ണ, മഹീപതേ ഭാഗവതോപമാനം മഹാപുരാണം ഭവനം മദീയം. നോക്കുന്നവർക്കൊക്കെ വിരക്തിയുണ്ടാ, അർത്ഥങ്ങളിലെല്ലാം ഒരു ഭേദമുണ്ട്.
അസ്വസ്ഥമായ മനസ്സിന് ഒരു കുളിർമ ലഭിച്ചതുപോലെ. ഒരു ചെറു രാജ്യമായിരുന്ന വേണാടിനെ പടവെട്ടി വലിയ രാജ്യമാക്കി തീർത്ത സംഗ്രാമധീരന്റെ മുമ്പിൽ എളിയ സുലഭമായി എത്താൻ അടിയന് ഭയമായിരുന്നേ. വാര്യരെ, യുദ്ധങ്ങൾ കൊണ്ട് പൊറുതി മുട്ടി നിൽക്കുന്ന ഒരു രാജാവാണ് നാം. നിങ്ങളിവിടെ കേട്ടതെല്ലാം ആ യുദ്ധങ്ങൾ വരുത്തി വെച്ച വേദനയുടെ കഥകളായി കേട്ടു കേട്ട് ഉയർത്തുമുട്ടിയ മനസ്സിന് അല്പമെങ്കിലും ആശ്വാസം ലഭിച്ചത് വാര്യരുടെ പാരായണത്തിലൂടെയാണ്. അടിയൻ കൃതാർത്ഥന. തമ്പുരാനിന് ഇഷ്ടപ്പെട്ടുവെങ്കിൽ വഞ്ചിപ്പൂവന് വേണ്ടി ഒരു വഞ്ചിപ്പാട്ട്, അതും നാട്ടുഭാഷയിൽ. അടിയൻ ഇനിയും വഞ്ചി ഭൂപതിക്ക് വേണ്ടി വഞ്ചിപ്പാട്ട്. വാര്യരെ, നേട്ടങ്ങളുടെ വീരഗാഥകൾ കേട്ട് കേട്ട് നാം പഠിച്ചു. മനസ്സിനിണങ്ങാത്ത പലതും ചെയ്യേണ്ടി വന്നില്ലേ? ഇന്ന് നാം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് മനഃശാന്തിയാണ്. അതിനുതകുന്ന കാര്യരചന നടത്തിയാൽ അനുകൂല സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ മനസ്സ് മുഴുവനായി അർപ്പിച്ച് അടിയൻ കാവ്യരചന നടത്താമേ. ക്ഷേത്ര പരിസരത്ത് വെച്ച് കണ്ടതാണ്. കാണിക്കാൻ വരുന്നത് നീങ്ങി നിൽക്കുകയാണ്. അതേ രാമയ്യൻ, നമ്മുടെ പേര് കേൾക്കുമ്പോൾ ജനങ്ങളുടെ മനസ്സിൽ ഉദിക്കുന്ന ചിത്രമേറുന്നു. രക്തക്കറയിൽ കുളിച്ച് വാടുയർത്തി നിൽക്കുന്ന ഒരു ഭീകരനുമേ. അതും മാറണം, മാറ്റണം. കാവ്യത്തിന് വിഷയം എന്തായിരിക്കണം എന്ന് മനസ്സിലാവില്ലേ? ആയിരങ്ങൾക്ക് ആശ്വാസം പകരേണ്ട ആ മനസ്സിൽ പ്രക്ഷുബ്ധത ഇങ്ങനെ തലകെട്ടിരിക്കാൻ പാടില്ല. അതകറ്റാൻ ഈ ഉള്ളവന് എന്ത് ചെയ്യാൻ കഴിയും? അത് മുഴുവൻ അകറ്റാൻ ആർക്ക് കഴിഞ്ഞൊന്നും വരില്ല. പക്ഷെ ആ വലിയ മനസ്സിനൊരു കൂടുതലെങ്കിലും ഒരു ശകലം ആശ്വാസം പകരാൻ എന്നോട് കാവ്യശക്തിക്ക് കഴിയണം. അദ്ദേഹം കൽപ്പിച്ചു തന്നു. സ്തുതിഗീതങ്ങൾ കേട്ട് കേട്ട് അടുത്ത മട്ടിലായിരുന്നു. സ്തുതിവചന ഏത് ഭരണാധികാരിക്കും പഥ്യമായിരുന്നു, ഒരളവ്. പക്ഷെ ഇവിടെ വേണ്ടത് അതല്ല. ഭഗവാൻ ശ്രീകൃഷ്ണനെ ഭജിക്കുമ്പോൾ മാതൃനായ കംസനെയും ജരാസന്ധനെയും ഒക്കെ ഒന്നു തകർത്ത ആ രൗദ്രഭാവമാണ് ഭക്തജനങ്ങളുടെ മനസ്സിൽ വരിക. അല്ല, ഭക്തരിൽ മനസ്സലിഞ്ഞു നിൽക്കുന്ന ആ സൗമ്യഭാവം. അതുപോലെ വഞ്ചകരെ കൊന്നൊടുക്കി ശത്രുക്കളെ നിഷ്കരണം കീഴടക്കി രാജ്യവിസ്തൃതി വർദ്ധിപ്പിച്ച മഹാരാജാവിന്റെ നല്ല വശം ആര് കാണും? എത്രയോ ജനക്ഷേമകരങ്ങളായ പരിഷ്കാരങ്ങളാണ് വരുത്തിയത്. അറിഞ്ഞു നടന്ന് എത്രയോ കവികൾക്കും കലാകാരന്മാർക്കും അഭയം നൽകി. യുദ്ധത്തിൽ ദുരന്തമനുഭവിച്ച എത്രയോ പേർക്ക് ആശ്വാസം പകർന്നു. എന്നിട്ടും ശത്രുനിഗ്രഹനായ പൂർവ്വയോദ്ധാവിനെ എല്ലാവരും കാണുന്നു. അതിന്റെ ഉള്ളിലെ ആശ്രിത വത്സലനെ ആര് കാണുന്നു? അദ്ദേഹത്തിന്റെ ജീവനൊടുക്കാൻ ശ്രമിച്ചവരെ ദൂരമായി നേരിട്ടു. പിടിച്ചടക്കിയ രാജ്യം വാശിയോടെ വീണ്ടെടുക്കാൻ വന്നവരെ ഒന്നൊടുക്കുന്നതിന് യാതൊരു ദാക്ഷിണ്യവും കാക്കേണ്ടതില്ല. പക്ഷേ കീഴടങ്ങിയവർക്ക് ഭഗവാന് വലിയ വിശാല മനസ്സിലാണ് അദ്ദേഹം. അതെ, കൃഷ്ണഭഗവാനെ തന്നെ ഞാൻ കാണുന്നു. ശത്രു നിഗ്രഹം, ഇഷ്ടജന പരിപാലനവും